ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ബസ്സിൽ കോട്ടൂരിലൊക്കെ പോയിട്ട് വരുന്ന വീഡിയോ ആയത്. പിള്ളേർക്കെല്ലാം ബസ്സിൽ പോയത് നല്ല രസമാണ്. അവരൊന്നും ബസ്സിൽ പോകലില്ല. അങ്ങനെ നമ്മൾ രാത്രി ബസ്സിൽ വന്നാൽ നല്ല പൊളിച്ചുണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ വന്നത് ഉച്ചയ്ക്ക് അങ്ങനെ ഞങ്ങൾ ചിക്കൻ ബിരിയാണി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം മിക്സ് ആക്കിയിട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിട്ട് ആ പിള്ളേർ വെറും ചോറും മസാലയായിട്ട് വേറെ വേറെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോട്ടൂർക്ക് എത്തിയിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. ലഹീനുവിൻ്റെ സ്കൈറ്റിംഗ് ഷൂ ഉണ്ടായിരുന്നു. അതിന് എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നോക്കിയവ ആർക്കും നേരെ പറ്റുന്നുണ്ടായിട്ട്. ലഹീനക്ക് മാത്രമേ നേരെ സ്കൈറ്റിംഗ് ഷൂവിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ട്. അങ്ങനെ ജൻഹ എടുത്തിട്ട് രണ്ടാമത് ലഹീൻ എന്നെ പറഞ്ഞ് ഞാൻ എന്നെ നിങ്ങൾക്ക് എടുത്തിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഓൾഡ് ഊരിയിട്ട് ലഹീൻ എന്നെ ഇടുന്നതാണ്. ഓനൂരിയിട്ടാകുമ്പോൾ എല്ലാവർക്കും കുറച്ചൊരു ശരിയായി. അത് അതിന് ശേഷം എല്ലാവരും സ്കൈറ്റിങ്ങിൽ എടുത്തിട്ട് ഷൂ ഇട്ടിട്ട് പോയിനവ. അടിപൊളിയായിരുന്നു. ലൈൻ അടിപൊളിയായിട്ട് മാഷാല്ല. അവന് കുറേ അവിടെ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തതുകൊണ്ടായിരിക്കും ഓനിക്ക് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നത്. അത് ഓനിക്ക് അത് ശരിയാണെന്നുണ്ടായിട്ട് അങ്ങനെ ഇത് ഓനിട്ടിട്ട് ഓടിക്കുന്ന വീഡിയോ അടിപൊളിയായിട്ട് ഓന് സ്കൈറ്റാക്കി അടിപൊളിയായിനവ. അപ്പോൾ പിന്നെ അത് വീണുകൊണ്ടായിട്ട് കൈൻ്റെ മുട്ടിനും കാലിൻ്റെ മുട്ടിനെല്ലാം ഫുള്ള് വെച്ചിട്ട് സെറ്റാക്കിയിട്ട് കെട്ടിയിട്ട് തന്നെ അവന് പോയതവ. പിന്നെ ഇവിടെ ഇൻ്റർലോക്കിൽ അവന് ഫസ്റ്റ് ടൈം ഓട്ടുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ് അവന് ഓട്ടുന്നുണ്ടായിരുന്നത്. പിള്ളമാരിലൊന്നിച്ചുണ്ടാകുമ്പോൾ ഒരു വൈബ് പറഞ്ഞവ നല്ല പാങ്ങുണ്ടായി. ഇവർക്ക് പിന്നെ പിള്ളേർക്ക് പിള്ളേർ തന്നെയല്ല വേണ്ടത്. നെയ്യാതിനെ പോലത്തെ ഉണ്ടായിന്, നെയ്യിലാനെ പോലത്തെ ഉണ്ടായിന്. അങ്ങനെ പിള്ളേരെല്ലാം അടിച്ച് പൊളിച്ചിട്ട് സ്കൈറ്റിങ്ങിലും സ്വിമ്മിങ് പൂളിലെല്ലാം കളിച്ചിട്ട് രസിച്ചിട്ട് അവൻ മറന്ന് വന്നിട്ടുണ്ടായിരുന്നത്. പിള്ളേരെല്ലാം പിന്നെ ലാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം സ്കൈറ്റിങ് കഴിഞ്ഞതിന് ശേഷം സ്വിമ്മിങ് പൂളിലേക്ക് തന്നെ എല്ലാവരും ഇറങ്ങിനവ. അങ്ങനെ സ്വിമ്മിങ് പൂളിലത്തെ വീഡിയോ ആണിത്. പിന്നെ സ്വിമ്മിങ് പൂളിൽ പിന്നെ വെള്ളം ഇട്ടെങ്കിൽ പിന്നെ അവർക്ക് പിന്നെ അതിൽ നിന്ന് എണിക്കലില്ല. ഡ്രസ്സ് മാറിക്കൊണ്ടും കിഞ്ഞോണ്ടും അതിലിട്ടുകൊണ്ടും ഇത് തന്നെയാണ് ഒരു പണി. സ്വിമ്മിങ് പൂളിൽ കളിച്ചെങ്കിൽ ഇവർക്ക് തേരില്ല. അതെല്ലാം നല്ല തണുത്ത വെള്ളമൊക്കെ. നമ്മളിവിടെ കോട്ടൂറിലല്ല വെള്ളത്തിന് നല്ല തണുപ്പവേ. എൻ്റെ ഇടയിൽ ഭയങ്കര ചൂടാണ് വെള്ളത്തിന്. അങ്ങനെ നെയ്യാതും സ്കൈറ്റിങ്ങിൽ എടുത്ത് കഴിഞ്ഞ ശേഷം ഓനും അത് ഊരിയിട്ട് ഓരോ സ്വിമ്മിങ് പൂളിൽ തുള്ളുന്നുണ്ടിട്ട് ഓനും തുള്ളാൻ വേണ്ടിയിട്ട് പോയിനപ്പോൾ ഓന് കുറേ സമയം ഓൻ സ്കൈറ്റിങ്ങിൽ കുറച്ച് സമയം ഓനും എടുത്തിനത്. അത് കഴിഞ്ഞ ശേഷം ഓനും സ്വിമ്മിങ് പൂളിലേക്ക് തുള്ളിയപ്പോൾ അങ്ങനെ ഇവർക്ക് പിന്നെ ഒന്നില്ല ആണ് പെണ്ണായിട്ടൊന്നുമില്ല. കളിക്കുന്ന പിള്ളേരെ കിട്ടിയെങ്കിൽ പിന്നെ എന്ത് ചോദിക്കണ്ടല്ലോ. അതിനൊക്കെ പൊളിസായിട്ടുണ്ടായിന്. ഇന്നൊരു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഓന് പോയി. അങ്ങനെ നമുക്ക് നല്ല ഭയങ്കര മിസ്സിങ് ആയി. നല്ല പാങ്ങണായിരുന്നു. പിള്ളേരെല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു പൊളിസ് പറയണ്ടല്ലേ. അങ്ങനത്തെ എല്ലാവരും സ്വിമ്മിങ് പൂളിൽ കയറിയിട്ട് തുള്ളുന്നവ. അങ്ങനെ നമ്മൾ അതിൽ വെളുപ്പിലേരേ ഞാനും മുനാവും സാജിയിലേ നടന്നിട്ടാകുമ്പോൾ കോഴിക്കോട്ടിൽ മുട്ടയിട്ടിട്ട് കണ്ട് പോയി. അങ്ങനെ അതിനെങ്ങനെ എല്ലാം കോലുകൊണ്ട് നീക്കിയിട്ട് മുട്ടയും കൂടി എടുത്തിനവ. സാജി കൈ കൊണ്ട് നിൽക്കാൻ കൈന്നേ ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് അവൾ കോലുകൊണ്ടെല്ലാം നീക്കിയിട്ട് മുട്ട എടുത്തിട്ടായിട്ട് മാറി. കോഴി പുറത്ത് കീയാൻ വേണ്ടി ചെയ്യുന്നുണ്ടായിനി. അങ്ങനെ കോഴി പുറത്ത് കിഞ്ഞിട്ട് പോയി പിന്നെ അതിനെ കൂട്ടാൻ കഴിയില്ല. നായെല്ലാം കുടിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ കോലുകൊണ്ട് നീക്കിയിട്ട് മുട്ട കിട്ടീനവ. ഒരു മുട്ട കിട്ടീനി ഞങ്ങൾ പോയോണ്ട്. അങ്ങനെ കുഴപ്പമില്ലടി ഞങ്ങൾ നടന്നുകൊണ്ടുണ്ടായി. നോക്കുമ്പോൾ കയ്യിൽ ചെറുപുളിയില്ലേ, വലിയ എന്ത് മാതോളി നാരങ്ങ എന്തതിനാ പറയുന്നത്, സാധാരണ ചെറുപുളി, വലിയ ചെറുപുളിയാണ്. അങ്ങനെ ചെറുപുളിയും കണ്ടത് എല്ലാം പച്ചേൻ്റെ ഒന്നും പറിച്ചിട്ടൊന്നും ഉണ്ടായിട്ടാണ്. അങ്ങനെ അങ്ങോട്ടെല്ലാം ഈ പോയി നോക്കുമ്പോഴേക്ക് ചാമ്പങ്ങ ഉണ്ടായിന്. ചാമ്പങ്ങയും പോത്തിട്ടൊന്നുമില്ല, അവ ചെറുങ്ങനെ പോത്തിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ അതും നോക്കിയിട്ട് കുറച്ച് അങ്ങോട്ടെല്ലാം ഇടി നടന്നിട്ട് വന്ന് കറച്ചപ്പലുണ്ടായാലും കറച്ചപ്പലി നോക്കാൻ പോയി, അതുമില്ല. ഉമ്മ ബസ്സെല്ലാം നട്ടിട്ട് കുറച്ചായിക്കൊണ്ട് വരുന്നുണ്ടായിനവേ. ബസ്സിലക്കറിയിലായെങ്കിൽ ബസ്സുകളെല്ലാം നട്ടിട്ടായെങ്കിൽ നമുക്ക് കറി വെക്കാം. അങ്ങനെ ഉപ്പ നട്ട കൊയക്കയും പിടിച്ചിട്ടുണ്ടായിന്. അതും ഞങ്ങൾ പോയിട്ട് നോക്കിയിട്ട് കുറച്ചൊരു 10-15 കൊയക്ക കിട്ടിയിട്ടുണ്ടാവും. അതും ഞങ്ങൾ പോയിട്ട് എല്ലാവരും പോയിട്ട് പറിച്ചിട്ട് വന്നവേ. ഉപ്പാക്ക് നാളെ പറിക്കാൻ നമുക്ക് കൊയക്കുണ്ടായില്ല. ഉപ്പ തിരിച്ചു തന്നോ ആരിപ്പം ഇതെല്ലാം പറിച്ചിട്ട്. അപ്പോൾ ഞമ്മ പറിച്ചത് അപ്പോൾ ഞമ്മ ഇങ്ങനെ കൊയക്കും പറിച്ചിട്ട് വന്ന് എല്ലാം നോക്കിയിട്ട് എന്തും ഉണ്ടായിട്ടാ എല്ലാം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ചൂടും വെയിലും അല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് ആ ചാമ്പങ്ങ കണ്ടിട്ട് നിങ്ങൾക്ക് നൃത്തം കൊണ്ടിട്ടാണ്. ഞാൻ പോയിട്ട് മെല്ലെ പോയിട്ട് പറിച്ചറാഴ്ച ഓരെല്ലാവരും കൊണ്ട് പോയിട്ടാകുമ്പോൾ ഞാൻ മെല്ലെ പോയിട്ട് പറിക്കുമ്പോൾ നെയ്യിലെ ഫോണും കൊണ്ട് വന്നത് വേക്കും തന്നെ. അങ്ങനെ ഞാൻ മെല്ലെ ഒരു വടി എടുത്തിട്ടിട്ട് ഒരു കൊല മാത്രം പറിച്ചവേ. നാളെ പോക്കുമ്പോഴേക്ക് ഞങ്ങൾക്ക് തിന്നാൻ കിട്ടണ്ടേ. അങ്ങനെ ഞാൻ ഒരു കൊല മാത്രം മെല്ലെ പറിച്ചിട്ടെടുത്തിട്ട് തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നവേ. നമ്മളെ പുറയിൽ തന്നെ പറിച്ചത് ടേസ്റ്റ് ഒന്ന് പ്രത്യേകം തന്നെയല്ലേ. അങ്ങനെ ചാമ്പങ്ങയും പറിച്ചിട്ട് അതൊന്നും തിന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിനവേ. അപ്പോൾ നമ്മുടെ ഇല്ലാത്ത എന്തില്ല, വെത്തല്, ചാമ്പങ്ങ, കറച്ചപ്പല്, പിന്നെന്ത് ചക്കപ്പായം, ചെറുപുളി, ചിക്കു, മാങ്ങ, അങ്ങനെ എല്ലാം ഉണ്ടാവുക. ഇല്ലാത്തതായിട്ടൊന്നുമില്ല. എല്ലാം നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് കഴിക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ പറയലുണ്ട്.
അപ്പോൾ നമ്മൾ ഓരോരോ പൊരലതിലുണ്ടാകുമ്പോൾ ഒരു പാങ്ങ് പറഞ്ഞതല്ലേ. അങ്ങനെ പിന്നെ ഇതാ ഞാൻ അപ്പുറത്തിരി നോക്കുമ്പോൾ കുരുമുള്ളുണ്ട് അതിനവിടെ ഉപ്പ പറിച്ചതെന്ന് തോന്നുന്നു. കുരുമുളകെല്ലാം ഉണങ്ങിയിട്ട് കണ്ടിനവിടെ വെച്ചിട്ട് അങ്ങനെ എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ആ മോനുണ്ട് നെല്ലിക്ക ഉപ്പിലിട്ടത് എടുക്കുന്നത്. അപ്പോൾ അതും എടുത്തിട്ട് അതും ഓരോന്ന് തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിള്ളേർ വെള്ളത്തിലെല്ലാം കളിച്ചിട്ടാകും പിള്ളേർക്കെല്ലാം പൈച്ച് അങ്ങനെ ഫ്രൂട്ട്സ് മുറിച്ച് പിന്നെ നെല്ലിക്കെല്ലാം ഉപ്പിലിട്ടിട്ടില്ല അവിടെ വെച്ചിട്ടുണ്ടായിന് അത് ഞങ്ങളെല്ലാം തിന്ന്. എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു വേറെ തന്നെ വൈബ് പറഞ്ഞല്ലേ. ഉച്ചക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ട് വെച്ചത്. 2-3 ദിവസമായി ബിരിയാണി തന്നെ. പിള്ളേർ ഇവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടാകുമ്പോൾ വലിയ ബിരിയാണി തന്നെ ആയി. പിള്ളേർക്കെല്ലാം ബിരിയാണി വെച്ചിട്ട് മടുത്തും തോന്നും. അങ്ങനെ ബത്തക്കമ്മനെ മുറിച്ചോണ്ട് ഞമ്മ തിന്നോണ്ടുണ്ടായിനവേ. പിള്ളേർക്കെല്ലാം നെല്ലിക്ക കളിച്ചിട്ട് വന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ കളിച്ചിട്ട് വന്നിട്ട് എല്ലാവർക്കും പൈച്ച് തിന്നു. അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം തിന്നിട്ടിട്ട് ഞങ്ങൾ 7-7:30 മണിയാണ് ഇപ്പോൾ പറയുന്നത് വരുമ്പോൾ എത്തുമ്പോൾ തന്നെ ഒരു 12-1 മണി ആയിട്ടുണ്ടാവും ഞങ്ങൾ എത്തുമ്പോൾ തന്നെ. അങ്ങനെ ഇതേ ഞാൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിരിയാണി വയ്ക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനൊന്നും ഓർമ്മ ഉണ്ടായിട്ട. അങ്ങനെ സാജി പറഞ്ഞ് നമുക്ക് ലോഡഡ് ഫ്രൈസ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ള ചിക്കനെല്ലാം എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് വെക്കുന്നുണ്ടായിന്. സാജി മുന്നാത്തിട്ട് ലോഡഡ് ഫ്രൈസ് ആക്കി പിള്ളേരെല്ലാം ഉണ്ടതല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ അതും ആക്കി. അങ്ങനെ ഫ്രൂട്ട്സ് വത്തക്കെല്ലാം മുറിച്ചിട്ട് തീർന്നിട്ടാകുമ്പോൾ പിള്ളേർക്ക് പേരപ്പായ മുറിച്ചിട്ട് കൊടുക്കാറുണ്ട്. അതും മുറിച്ചിട്ട് അവിടെ വെച്ചിനവേ. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറക്കെത്തിനവേ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി വന്നപ്പാട് ഞാൻ വെച്ചാൽ പിള്ളേരോട് ബസ്സിൽ നിന്ന് വരുമ്പോൾ വെച്ച് എന്ത് വേണ്ടെന്ന്. പിള്ളേറിന് ഇടിയപ്പവും പാലും. അങ്ങനെ വന്നപ്പാട് പിള്ളേർ രാസമല്ലേ വന്നിട്ട് ഞാൻ ഇടിയപ്പം ചുട്ട് പാലാക്കി. എല്ലാം അപ്പത്തെ പെട്ടെന്ന് തന്നെ ആയിനവേ. പിള്ളേർ രാത്രി പോകുമ്പോഴേക്ക് അത് ചുട്ടിട്ട് കൊടുക്കാലിട്ട് അങ്ങനെ ഇടിയപ്പം പാലും ചുടുന്നവേ. പിന്നെ പൊടി കഴിച്ചിട്ട് പത്തലിൻ്റെ പൊടി കഴിച്ചിട്ടാണ് ചുടുന്നത്. അപ്പോൾ പിന്നെ എളുപ്പത്തിലാണെന്നല്ലേ അരച്ചിട്ട് ചുടണ്ടെന്നല്ലോ. ദോശയും പത്തലെല്ലാം ആകുമ്പോൾ എപ്പോൾ ഒരു പിടിച്ചല്ലാന്നല്ലേ. അങ്ങനെ ഞാൻ ഇടിയപ്പം പാലാക്കാമെന്ന് വിചാരിച്ചു. മുട്ടക്കറിയും പത്തലും ചൂടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർ പറഞ്ഞ് ഇടിയപ്പം പാലും മതിയെന്ന്. പിന്നെ പിള്ളേർ ആ സെലേറ്റ് അങ്ങനെ ഇടിയപ്പം പാലം തന്നെ ആക്കി. പിള്ളേരെല്ലാം നേരെ തിന്നിനവേ. അങ്ങനെതാ ഇടിയപ്പം പാലം ചുടുന്നത്. നിങ്ങളിങ്ങനെയാണ് ഇടിയപ്പം പാലം ഇങ്ങനെ ചുടുന്നവർ കമൻറ്റ് ചെയ്യണം. ഞാൻ പൊടിയെല്ലാം വെച്ചിട്ട് ഇങ്ങനെയാണ് ഇടിയപ്പം പാലാക്കൽ. ഇടിയപ്പെല്ലാം ചുട്ടിട്ട് വെച്ചിട്ട് ഞാൻ എന്താക്കി തേങ്ങ ചരിച്ചിട്ട് തേങ്ങാപ്പാലെടുത്തിട്ട് അങ്ങനെ അതിൻ്റെ പാലും റെഡിയാക്കിന്. അത് എത്ര 1.5 മണിക്കൂറിലെല്ലാം റെഡി ആയിനവേ. നിങ്ങൾ ഇടിയപ്പത്തിന് പാൽ കൂട്ടിയിട്ട് ആ കറി കൂട്ടിയിട്ട് തിന്നതെന്ന് കമൻറ്റ് ചെയ്യണം. കുറേ ആൾ മുട്ടക്കറി കൂട്ടിയിട്ട് തിന്നലുണ്ട്, കുറേ ആൾ മീൻ കറി കൂട്ടി തിന്നലുണ്ട്, കുറേ ആൾ ഈ പാലില്ലാണ്ട് ശരിയാകുന്നില്ല. ഞാൻ ഇടിയപ്പത്തിന് പാൽ കൂട്ടല്ല, ഞാൻ ഇടിയപ്പത്തിന് കറി കൂട്ടിയിട്ടേ തിന്നലുള്ളൂ. കുറേ ആൾക്കെല്ലാം പാൽ എനിക്കിഷ്ടമൊന്നുമല്ല പാൽ. ഞാൻ ഇത് പിള്ളേർക്കും വേണ്ടിയിട്ട് ആക്കിയതാണ്. പിള്ളേർ എല്ലാവരും ഉണ്ടാകുമല്ലോ ഇങ്ങനെല്ലാം ഉണ്ടാക്കി തിന്നാൻ പാങ്ങുണ്ടാവുന്നിട്ട് അങ്ങനെ പിള്ളേർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പം ആരുമില്ല, ഇപ്പം ഞമ്മ മാത്രമേ ഉള്ളൂ. പിള്ളേരെല്ലാം പോയി സ്കൂളായതുകൊണ്ട് എല്ലാവരും രാത്രി തന്നെ പോയി. അങ്ങനെ ഇടിയപ്പത്തിൻ്റെ പാലവേ തേങ്ങാപ്പാലെടുത്തിട്ട് പിന്നെ കുറച്ച് നമ്മൾ പത്തലിൻ്റെ പൊടിയില്ലേ അത് മിക്സ് ആക്കും. പിന്നെ വെല്ലം ശർക്കരയില്ലേ അതും കൂടിയിട്ടാണ് നമ്മളുടെ പാലാക്കൽ. നല്ല തിക്കായിട്ട് തിളച്ചിട്ട് വരുമ്പോൾ നല്ല തിക്കാവും. 1-2 തള തിളക്കുമ്പോൾ തന്നെ കുറച്ച് നല്ല തിക്കായിട്ട് വരുന്ന അടിപൊളിയായ പാലും അതിനെ ഈ തിക്കിൽ വരുന്ന പാൽ. നിങ്ങളെങ്ങനെ ഇടിയപ്പത്തിന് പാൽ? ചില ആൾ തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെയും തിന്നലുണ്ട് എന്ന് പറഞ്ഞിന്. നമ്മൾ ഇങ്ങനെയാണ് ഇടിയപ്പത്തിൻ്റെ പാലാക്കുന്നത്. അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം റെഡി ആയിട്ട് പിള്ളേർ വിളിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇതാ പിള്ളേർ ഇവിടെ കളിക്കുന്നുണ്ട്. ടീച്ചറും പിള്ളേരാക്കിയിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്. നെയില ടീച്ചർ ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസ് അങ്ങനെ ആയിട്ടാണ് ഇവർ കളിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ടീച്ചർക്ക് അപ്പോൾ ഇംഗ്ലീഷ് ഒന്നും അറിയുന്നില്ല. പിള്ളേന്മാരെല്ലാം ഫുൾ ഇംഗ്ലീഷ് തന്നെ വിടുന്നത്. നെയിലാക്ക് ഇംഗ്ലീഷ് അറിയുന്നില്ല. പിള്ളേർ ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ നെയില പറയുന്നത് നിങ്ങൾക്ക് മുണ്ടാടുക്കുമ്പോൾ നിങ്ങളെല്ലാം മലയാളത്തിൽ തന്നെ പറയുന്നത്. അങ്ങനത്തെ ടീച്ചറാണ് നമ്മുടെ ടീച്ചർ. പിള്ളേർക്കെല്ലാം ഡിക്റ്റേഷനിലോട്ട് ചെയ്ത് ഞാൻ പറഞ്ഞതിന് മതി ബാ നമുക്ക് ഫുഡ് കഴിക്കാം, ഫുഡ് കഴിച്ചിട്ട് ബാക്കി കഥ എന്നിട്ട് അവരെല്ലാം നെയില ഒരാൾക്കേ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഓള് പഠിക്കുന്നില്ല അങ്ങ് പിള്ളേർക്കെല്ലാം ഓള് പഠിപ്പിച്ച് കൊടുക്കുമേ. പിള്ളേരെല്ലാം ഉണ്ടാകുമ്പോൾ കോൾസ് കളിക്കാൻ അങ്ങനത്തെ ഓരോന്നിനെ പഠിപ്പിച്ചുകൊണ്ടും നിന്നിട്ട് ബയ്യ ഫുഡ് കഴിക്കാൻ പറയുമ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിനാ ബയ്യം. അങ്ങനെ നെക്സ്റ്റ് ടൈം ഇടിയപ്പം പാലും തിന്നുന്നതാണ്. അങ്ങനെ എല്ലാവരും ഇടിയപ്പം പാലും തിന്നാനിരുന്നേ. ലൈന് തിന്നിട്ടൊന്നുമില്ല. അവൻ തിന്നായിട്ട് ഓന് പറഞ്ഞ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് തിന്നത് ചുട്ടത്. പക്ഷെ ഓനർ ഞാൻ തിന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ടേ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. എനിക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. എനിക്ക് മധുരത്തിൻ്റെ ഒന്നും അത്ര വലിയ ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. ഓന് തിന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഓന് തിന്നാണ്ട് തന്നെ നിന്ന് ഇടിയപ്പം പാൽ ഇരുന്നല്ലാണ്ട് ഓന് വെറുതെ കൈയിട്ടിരുന്ന് ഓന് വേച്ച് എല്ലാവരും ഇരിക്കുമ്പോൾ തിന്നാമെന്നൊരു വിചാരിച്ചു നിന്നു. പക്ഷേ എനിക്കിത് ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ട് ബാക്കി എല്ലാവരും മസാല നേരെ കഴിച്ചിനെ ഫുഡെല്ലാം. നമുക്ക് പിള്ളേരെല്ലാം ഒന്നിച്ചുണ്ടാകുമ്പോൾ നേരെ ഫുഡ് കഴിക്കുമ്പോൾ അതൊരു പാങ്ങല്ലേ. നിങ്ങളുടെ ഇങ്ങനെയാണ് എല്ലാവരും പിള്ളേന്മാരെല്ലാം ഒന്നിച്ചുണ്ടാകുമ്പോൾ ഇങ്ങനെയാണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണവേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളവേ. എല്ലാവരും ഒന്നിച്ചുള്ളൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അങ്ങനെ തിന്നിട്ടില്ലായിട്ട് പിള്ളേന്മാർ ദളിത്തെ പിള്ളേരെല്ലാം പോയിനെ. ലഹിന് മാത്രമാണ് ലഹിനു രാവിലെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഞാൻ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് നിങ്ങൾക്ക് കുറേ ദിവസമായില്ലേ ഞാൻ മറ്റ് വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ബോറടിക്കണ്ടെന്ന് വെച്ചിട്ട് ഇട്ടിയാണ്. അപ്പോൾ ഓക്കെ ബായ്. ബനാന ബനാന അതൊന്നല്ലുണ്ടാ തുന്നലുണ്ട്.
കല്ലോട്ട് പോലെ വീട് നോക്കുന്നില്ല. ഷോള് നേരെ ചുറ്റിനില്ല. വേണം വേണം. ബൈ. പോയല്ലേ, നമുക്ക് പോവാം അല്ലേ?